നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു വലിയ റെസ്റ്റോറന്റിലെ വളരെ പ്രശസ്തനായ ഒരു ഷെഫ്. അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് ചേരുവകളൊക്കെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി അദ്ദേഹം ഒരു ഗംഭീര വിഭവം തയ്യാറാക്കുന്നു. ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാം അല്ലേ? അതെ അതെ, ഒരു മാസ്റ്റർ പീസ്. പക്ഷേ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു സാധാരണക്കാരൻ ആ ഭക്ഷണത്തിന്റെ ആദ്യത്തെ ഉരുള കഴിച്ചയുടനെ അത് തുപ്പിക്കളയുകയാണ്. ഓ, അത് കഷ്ടമായി പോയി. തീർന്നില്ല. എന്നിട്ട് അയാൾ ഫോൺ എടുത്ത് വെറും ഒരു 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇന്റർനെറ്റിലിടുകയാണ്. അതായത്, ഇതൊരു ബോറൻ ഭക്ഷണമാണ്, ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ്. ഇന്നത്തെ കാലത്ത് അത് സർവ്വസാധാരണമാണ്. അതാണ് കാര്യം. നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുന്നു, അവരത് വിശ്വസിക്കുന്നു. അപ്പോഴെന്റെ ചോദ്യം ഇതാണ്: ഇവിടെ ആരാണ് ശരി? ആ വിഭവത്തിന് പിന്നിലെ സാങ്കേതികത അറിയാവുന്ന ഷെഫോ, അതോ തന്റെ പെട്ടെന്നുള്ള ആ ഒരു വികാരം പ്രകടിപ്പിച്ച ആ ഉപഭോക്താവോ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്മാർട്ട്ഫോണുള്ള ആർക്കും ഒരു വിദഗ്ധനാകാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ എക്സ്പെർട്ടീസിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സത്യത്തിൽ പ്രൊഫഷണലുകളുടെ അഭിപ്രായങ്ങളെക്കാൾ സാധാരണക്കാരുടെ വൈകാരിക പ്രതികരണങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം വില ലഭിക്കുന്നത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും. ഇതിനായി ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നത് പ്രധാനമായും 4-5 ഉറവിടങ്ങളെയാണ്. അതായത്, ലൂക്കസ് ബക്കിന്റെ ഒരു സിനിമാ പഠനം, പിന്നെ ടിക്ടോക്ക് പോലുള്ള സമൂഹമാധ്യമങ്ങളെക്കുറിച്ചുള്ള മാർലിൻ പെന്നിന്റെ ഗവേഷണം, കൂടാതെ വ്ളോഗർമാരെ വിലക്കാൻ ആവശ്യപ്പെടുന്ന കേരള ഹൈക്കോടതിയിലെ കേസ്, ഡിജിറ്റൽ എത്തിക്സ് സംബന്ധിച്ച ICCO മാർഗനിർദ്ദേശങ്ങൾ, ഒപ്പം ഈ 2026 മെയ് മാസത്തിലെ ചില പ്രധാന വാർത്തകളും. അപ്പോൾ സിനിമാ തിയേറ്ററുകൾ മുതൽ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ വാർത്തകളിൽ വരെ സ്വാധീനം ചെലുത്തുന്ന ആ വലിയ മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, ശരി. നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ മാറ്റം ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നത് സിനിമയിലാണല്ലോ. അതുകൊണ്ട് നമുക്ക് ലൂക്കാസ് ബക്കിന്റെ പഠനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സൺഡാൻസ് കേഴ്സ് പ്രതിഭാസം അല്ലേ? അതെ അതെ. ലൂക്കസ് ബക്ക് തന്റെ പഠനത്തിൽ ഈ സൺഡാൻസ് കേഴ്സ് എന്നൊരു കൗതുകകരമായ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ദ വിച്ച് തുടങ്ങിയ ഹൊറർ സിനിമകളുടെ കാര്യം തന്നെ എടുക്കാം. വളരെ പ്രശസ്തമായ സിനിമകളാണ്. അതെ. പ്രൊഫഷണൽ സിനിമാ നിരൂപകർ ഈ സിനിമകൾക്ക് 90%-ലധികം റേറ്റിംഗ് നൽകി പുകഴ്ത്തുകയാണ്. പക്ഷേ തിയേറ്ററിൽ പോയി കാശുകൊടുത്ത സിനിമ കാണുന്ന സാധാരണക്കാർ സിനിമാസ്കോർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ D+ പോലുള്ള വളരെ കുറഞ്ഞ ഗ്രേഡുകളാണ് നൽകുന്നത്. അതായത്, വിദഗ്ധർക്ക് അത്ഭുതമായി തോന്നിയൊരു സിനിമ സാധാരണക്കാർക്ക് തീർത്തും മോശമായി തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ കൗതുകകരമായ കാര്യമെന്തെന്നാൽ, ഈ രണ്ടു കൂട്ടരും ഒരു സിനിമയെ സമീപിക്കുന്ന രീതികൾ തമ്മിൽ വലിയ അന്തരമുണ്ടെന്നതാണ്. നമ്മളിതിന്റെ ഒരു മനഃശാസ്ത്രപരമായ വശങ്ങളിലേക്ക് നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. അതായത്, പ്രൊഫഷണലുകൾ സിനിമയെ വേറൊരു കണ്ണിലൂടെയാണ് കാണുന്നത് എന്നാണോ? അതെ. ഒരു പ്രൊഫഷണൽ നിരൂപകൻ സിനിമയെ ഒരു കലാരൂപമെന്ന നിലയിലാണ് എപ്പോഴും കാണുന്നത്. അവരതിനെ കീറിമുറിച്ച് പരിശോധിക്കും. സംവിധായകന്റെ മികവ്, തിരക്കഥയുടെ ആ ഒരു ഘടന, ക്യാമറ ആംഗിളുകൾ, ലൈറ്റിംഗ് എന്നിങ്ങനെയുള്ള സാങ്കേതിക വശങ്ങളെയാണ് അവർ പ്രധാനമായും വിലയിരുത്തുന്നത്. അപ്പോൾ സാധാരണക്കാരോ? എന്നാൽ ഒരു സാധാരണ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകുന്നത് ഈ സാങ്കേതികതയൊന്നും പഠിക്കാനല്ലല്ലോ. അവരൊരു വൈകാരികമായ അനുഭവമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതായത്, ഒരു ഇമോഷണൽ ട്രാൻസാക്ഷൻ. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ റെസ്റ്റോറന്റ് ഉദാഹരണത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചുപോയാൽ, ഇതൊരു റെസ്റ്റോറന്റിലെ ഭക്ഷണം പോലെയാണല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ. അതായത്, ഒരു ഷെഫ് അല്ലെങ്കിൽ ഫുഡ് ക്രിട്ടിക്ക് ആ ഭക്ഷണത്തിലെ ചേരുവകളുടെ കൃത്യതയെ അഭിനന്ദിക്കുമ്പോൾ, അത് കഴിക്കുന്ന സാധാരണക്കാരൻ ഇതിനെ എരിവ് കൂടുതലാണ്, അതുകൊണ്ടിത് മോശം ഭക്ഷണമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഇത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവം. ആ എരിവ് തന്നെയാണ് ഇവിടെ സിനിമയിലെ വൈകാരികത. ഓ, അപ്പോൾ അവർക്ക് ആ എരിവ് പിടിച്ചില്ലെങ്കിൽ സിനിമ മോശമായി. അതെ. ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് കടുത്ത അസ്വസ്ഥതയോ ഭയമോ തോന്നിയാൽ അവർ പെട്ടെന്ന് തന്നെ ആ സിനിമ മോശമാണെന്ന് വിധിയെഴുതുന്നു. കാരണം ആ സിനിമ അവരെ വൈകാരികമായി ബുദ്ധിമുട്ടിച്ചു. അവർക്ക് അനുഭവം ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതെ, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഒരു പ്രൊഫഷണൽ നിരൂപകന്റെ കാഴ്ചപ്പാടിലൊന്ന് നോക്കൂ. ഒരു ഹൊറർ സിനിമ പ്രേക്ഷകനിൽ അത്തരം അസ്വസ്ഥതകളുണ്ടാക്കിയെങ്കിൽ ആ സിനിമ അതിന്റെ ലക്ഷ്യം പൂർണ്ണമായും നേടിയെന്നാണതിനർത്ഥം.
ആഹാ, അതായത് സംവിധായകൻ വിജയിച്ചു എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും അത് സംവിധായകന്റെ ഏറ്റവും വലിയ വിജയമായാണ് നിരൂപകർ കാണുന്നത്. അവിടെയാണ് ഈ സൺഡാൻസ് കേൾസ് സംഭവിക്കുന്നത്. വിദഗ്ധര് യുക്തിയെയും സാങ്കേതികതയെയും അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോൾ സാധാരണക്കാര് തങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി മാർക്കിടുന്നു. എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. സാധാരണക്കാരുടെ ഈ വൈകാരിക പ്രതികരണങ്ങൾക്ക് ഇപ്പോഴെങ്ങനെയാണ് ഇത്രയധികം സ്വാധീനം ലഭിക്കുന്നത്? പണ്ടൊക്കെ നമ്മൾ പത്രങ്ങളിലോ മാഗസിനുകളിലോ വരുന്ന പ്രൊഫഷണൽ റിവ്യൂകൾക്കല്ലേ കൂടുതൽ വില കൊടുത്തിരുന്നത്? അതെ, പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറിയില്ലേ? അതാണ്. ഇന്ന് ലെറ്റർ ബോക്സ്ഡ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളും പ്രത്യേകിച്ച് ടിക്ടോക്കിലെ ഈ മൂവി ഡോഗ് പോലെയുള്ള ഇടങ്ങളും സിനിമാ നിരൂപണത്തെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണെന്ന് മാർലിൻ പെന്നിന്റെ ഗവേഷണത്തിൽ പറയുന്നുണ്ടല്ലോ. മാർലിൻ പെൻ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ, ഈ സോൾട്ട് ബേൺ പോലുള്ള സിനിമകളുടെ വലിയ വിജയത്തിന് പിന്നിൽ തന്നെ ടിക്ടോക്കിലെ ഇത്തരം ഇടപെടലുകളായിരുന്നു എന്നവർ പറയുന്നു. പക്ഷേ ഒരു വശത്ത് നോക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യമോ? അതെങ്ങനെ? അതായത് കലയെക്കുറിച്ച് അഭിപ്രായം പറയാൻ കുറച്ച് ബുദ്ധിജീവികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും അവസരം ലഭിക്കുക എന്നത് നല്ലതല്ലേ? ഇത് കലയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ അതൊരു മികച്ച വാദമായി തോന്നാം. എല്ലാവർക്കും ശബ്ദം ലഭിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. എന്നാൽ ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. സങ്കീർണമാണെന്നോ? അതായത് ഇതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? ഉണ്ട്. പിയറെ ബൂർദിയോ എന്നൊരു ഫ്രഞ്ച് ചിന്തകനുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊരാശയമുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ടിക്ടോക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടൂ. കൾച്ചറൽ ക്യാപിറ്റൽ, അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അതായത് പണ്ടുകാലത്ത് സമൂഹത്തിൽ ഒരാളുടെ അഭിപ്രായത്തിന് വില ലഭിക്കണമെങ്കിൽ അയാൾക്ക് വിദ്യാഭ്യാസവും ആഴത്തിലുള്ള അറിവും അതുപോലെ നല്ല അനുഭവസമ്പത്തും ആവശ്യമായിരുന്നു. അതായിരുന്നു അന്നത്തെ കൾച്ചറൽ ക്യാപിറ്റൽ. ശരിയാണ്. നമ്മൾ അങ്ങനെയുള്ളവരെയാണല്ലോ എക്സ്പേർട്സ് എന്ന് വിളിച്ചിരുന്നത്. അതെ. എന്നാൽ ഇന്നത്തെ സമൂഹമാധ്യമങ്ങളിൽ ഈ കൾച്ചറൽ ക്യാപിറ്റലിന്റെ നിർവചനം തന്നെ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ പറഞ്ഞ അറിവിനോ അനുഭവത്തിനൊന്നുമല്ല പ്രാധാന്യം. പിന്നെന്തിനാണ്? ക്യാമറയ്ക്ക് മുന്നിലെ അവരുടെ ആത്മവിശ്വാസത്തിനും അവരുടെ ആ ഒരു അവതരണ ശൈലിക്കും പിന്നെ അവരെത്രത്തോളം വൈകാരികമായി സംസാരിക്കുന്നു എന്നതിനുമാണ് ഇന്നത്തെ വില. ഓ, അതായത് കഴിവ് അല്ലെങ്കിൽ കോമ്പിറ്റൻസ് നിൽക്കേണ്ട സ്ഥാനത്ത് ഇന്ന് ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് കടന്നു വന്നിരിക്കുന്നു അല്ലേ? കൃത്യം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. അതായത് ആഴത്തിലുള്ള വിശകലനങ്ങൾക്ക് പകരം വെറും 60 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകളിലൂടെ നമ്മൾ സിനിമയെ വിലയിരുത്തുന്നു. അറിവില്ലായ്മയെ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മറികടക്കുന്നു എന്നാണോ? അതെ. സിനിമയെക്കുറിച്ചുള്ള യാതൊരു സാങ്കേതിക അറിവുമില്ലെങ്കിലും ഒരാൾ വളരെ രോഷത്തോടെയോ അല്ലെങ്കിൽ വലിയ ആവേശത്തോടെയോ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചാൽ ആളുകൾ അത് എളുപ്പത്തിൽ വിശ്വസിക്കും. വാവ്, അങ്ങനെയെങ്കിൽ ഈ ഇൻഫ്ലുവൻസർമാർ ശരിക്കും സാധാരണക്കാരുടെ വേഷം കെട്ടിയ വെറും PR ഏജൻസികൾ മാത്രമല്ലേ? അവിടെയാണ് ICCO പുറത്തിറക്കിയ ഡിജിറ്റൽ എത്തിക്സ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളുടെ പ്രസക്തി നമ്മൾ ഓർക്കേണ്ടത്. കാരണം കോമ്പിറ്റൻസിനേക്കാൾ കോൺഫിഡൻസിന് പ്രാധാന്യം ലഭിക്കുന്ന ഈയൊരു ലോകത്ത് ഈ ഇൻഫ്ലുവൻസർമാരെ വളരെ എളുപ്പത്തിൽ പണം കൊടുത്ത് സ്വാധീനിക്കാൻ സാധിക്കും. അതായത് സിനിമാ നിർമ്മാതാക്കൾ തന്നെ പണം കൊടുത്ത് ഇത്തരം വീഡിയോകൾ ചെയ്യിപ്പിക്കുന്നതിനെക്കുറിച്ചാണോ പറയുന്നത്? അതെ അതെ. ICCO മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് പോലെ പണം നൽകിയുള്ള ഇത്തരം പ്രൊമോഷനുകൾ പലപ്പോഴും കൃത്യമായി വെളിപ്പെടുത്തുന്നില്ല എന്നതാണോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? സംവാദങ്ങൾക്ക് വ്യക്തമായ നിയമങ്ങൾ വേണമെന്നവർ പറയുന്നുണ്ടല്ലോ. കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഫിലിം സ്റ്റുഡിയോകൾക്ക് ഇന്ന് ഈ പറഞ്ഞ ആഴത്തിലുള്ള സിനിമാ നിരൂപണങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് പ്രേക്ഷകരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റുന്ന റിയാക്ഷനുകളാണ്. പെട്ടെന്നുള്ള റീച്ചാണ് അവർക്ക് വേണ്ടത്. അതെ. അതുകൊണ്ട് അവർ ഇത്തരം ഇൻഫ്ലുവൻസർമാർക്ക് പണമോ അല്ലെങ്കിൽ ഫ്രീ ടിക്കറ്റുകളോ നൽകി അവരെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നു. എന്നാൽ പ്രേക്ഷകർ ഈ വീഡിയോകൾ കാണുമ്പോൾ ഇതൊരു സാധാരണക്കാരന്റെ തികച്ചും ആത്മാർത്ഥമായ പ്രതികരണമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ശരിയാണ്. അത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നും. ഇവിടെ പ്രൊമോഷൻ ഏതാണ്, യഥാർത്ഥ നിരൂപണം ഏതാണ് എന്നതിലെ അതിർവരമ്പുകൾ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ശരിക്കും സാധാരണക്കാരുടെ വേഷം കെട്ടിയ PR ഏജൻസികളായി മാറുകയാണ്. അപ്പോൾ ആർക്കും എന്തും പറയാമെന്ന ഈ സാഹചര്യം സിനിമാ മേഖലയിലുള്ളവർക്ക് തന്നെ ഇപ്പോൾ വലിയ ഭയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
ഇതിനെ നിയമപരമായി നേരിടാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. അതെ, കാരണം കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണല്ലോ. അമിക്കസ് ക്യൂറിയ റിപ്പോർട്ട്. അതെ, അതായത് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ റൌഫ് വ്ളോഗർമാർക്ക് 7 ദിവസത്തെ വിലക്കേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഒരു 48 മണിക്കൂർ വിലക്കാണ്, അല്ലെങ്കിൽ എംബാർഗോ ആണ് നിർദ്ദേശിക്കുന്നത്. റിവ്യൂ ബോംബിംഗും മോശം പദപ്രയോഗങ്ങളുമാണ് ഇതിന് കാരണമായവർ പറയുന്നതല്ലേ? അതെ, പക്ഷേ സത്യത്തില് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കിയൊരു സിനിമ എടുക്കുന്നവർക്ക് ഇത്തരം റിവ്യൂ ബോംബിങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു 48 മണിക്കൂർ നൽകുന്നത് ന്യായമായ ഒരു കാര്യമല്ലേ? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഈ വിലക്കെന്നത് തികച്ചും അപ്രായോഗികമായ ഒന്നാണ്. അപ്രായോഗികമാണെന്നോ? അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, വ്ളോഗർമാർ കാരണം ആദ്യ ദിവസം തന്നെ സിനിമകൾ തിയേറ്ററിൽ നിന്ന് പരാജയപ്പെടുന്നു എന്ന റിപ്പോർട്ടിലെ വാദത്തിന് യാതൊരു തെളിവുമില്ല എന്നതാണ്. വ്ളോഗർമാരാണ് ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് തീരുമാനിക്കുന്നത് എന്ന അവരുടെ ധാരണ തന്നെ തെറ്റാണ്. വെയിറ്റ്, അതായത് വ്ളോഗർമാർക്ക് സിനിമയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നാണോ? ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോകൾ വെറുതെയാണെന്നാണോ പറയുന്നത്? സ്വാധീനമുണ്ടാകാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു സിനിമയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർക്കൊന്നും കഴിയില്ല. നമുക്ക് യഥാർത്ഥ ഉദാഹരണങ്ങൾ തന്നെ നോക്കാമല്ലോ. തീർച്ചയായും. സീക്രട്ട് ഏജന്റ് എന്ന വളരെ പ്രശസ്തനായ വ്ളോഗർ കടുത്ത ഭാഷയിൽ വിമർശനമുന്നയിച്ചിട്ടും മാളികപ്പുറം എന്ന സിനിമ 50 കോടിയോളം രൂപയാണ് നേടിയത്. അതെ അതെ, അത് വലിയൊരു ഹിറ്റായിരുന്നു. മറുവശത്തുനിന്ന് നോക്കൂ, എല്ലാ നിരൂപകരും വ്ളോഗർമാരും ഒരേപോലെ മികച്ച അഭിപ്രായം പറഞ്ഞ സിനിമയാണ് ആട്ടം. ശരിയാണ്, മികച്ച അഭിപ്രായമായിരുന്നു ആ സിനിമയ്ക്ക്. എന്നാൽ തിയേറ്ററിൽ നിന്ന് ആ സിനിമ നേടിയത് കേവലം 1.5 കോടി രൂപ മാത്രമാണ്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വ്ളോഗർമാരുടെ റിവ്യൂകളല്ല, മറിച്ച് പ്രേക്ഷകരുടെ നേരിട്ടുള്ള പ്രതികരണങ്ങളാണ്. അതായത് വേർഡ് ഓഫ് മൗത്ത് ആണ് ഒരു സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഇന്റർനെറ്റിലൊരു 48 മണിക്കൂർ വിലക്ക് ഏർപ്പെടുത്തുക എന്നത് പ്രായോഗികമാണോ? ഇതൊരു വല വെച്ച് വെള്ളം പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ലേ? തീർച്ചയായും. അതാണ് ഞാൻ നേരത്തെ അപ്രായോഗികമാണെന്ന് പറഞ്ഞത്. ഈ വിലക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് വലിയ താരങ്ങളില്ലാത്ത ചെറിയ സിനിമകളെയാണ്. അതായത് ചർച്ചകളില്ലാതെ വരുമ്പോൾ അവരെ ആരും അറിയില്ല, അല്ലേ? അതെ. കൂടാതെ ഭരദ്വാജ് രംഗൻ, അനുപമ ചോപ്ര തുടങ്ങിയ വളരെ പ്രമുഖരായ നിരൂപകർക്ക് നേരെ പോലും സിനിമാ പ്രവർത്തകർ സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നതും നാം ഇവിടെ ഓർക്കണം. അതായത് വ്ളോഗർമാരെ മാത്രമല്ല, തങ്ങളുടെ സൃഷ്ടിയെ വിമർശിക്കുന്ന ആരെയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ശരി, സിനിമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അഭിപ്രായങ്ങൾ വളരെ വേഗത്തിൽ രൂപപ്പെടുന്ന ഈ ഒരു പ്രവണത സിനിമയിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ? തീർച്ചയായും ഇല്ല. അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുണ്ട്. അതെ, നമ്മുടെ ദൈനംദിന വാർത്തകളെയും രാഷ്ട്രീയത്തെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 2026 മെയ് അവസാന വാരത്തിലെ ചില പ്രധാന വാർത്തകൾ നിരത്തിയാൽ ഇത് വളരെ വ്യക്തമാകും. നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടത് അല്ലെങ്കിൽ വലത് പക്ഷങ്ങൾക്കിടയിലുള്ള യാതൊരു നിലപാടുകളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. മറിച്ച് വാർത്തകളിൽ വന്ന ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്, കേട്ടോ? അതെ, ആ ഒരു വ്യക്തത ഇവിടെ വളരെ പ്രധാനമാണ്. കാരണം നാം പരിശോധിക്കുന്നത് അൽഗോരിതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വിവരങ്ങളെ നിയന്ത്രിക്കുന്നതെന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത നോക്കൂ. കോയമ്പത്തൂരിലെ സുലൂരിൽ വളരെ ദാരുണമായ ഒരു കൊലപാതകം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മന്ത്രി എസ് കീർത്തന മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ആ കൊലപാതകത്തെക്കുറിച്ചല്ല. പിന്നെന്തിനെക്കുറിച്ചായിരുന്നു? അവരുടെ ശരീരഭാഷ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. താൻ വെറുതെ പുഞ്ചിരിച്ചതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നും മന്ത്രിക്ക് പിന്നീട് വിശദീകരിക്കേണ്ടി വന്നു. വാർത്തയുടെ ഫോക്കസ് പൂർണ്ണമായി മാറിപ്പോയല്ലേ? അതെ, ഇതുമാത്രമല്ല, DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ TVK പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിനെ വഞ്ചകർ എന്ന് വിളിച്ച് രൂക്ഷമായി വിമർശിച്ച വാർത്തയും സമാനമായ രീതിയിലാണ് വൈറലായത്. BJPയുടെ വിജയങ്ങൾക്ക് കാരണം കോൺഗ്രസ് ആണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായല്ലോ. അതെ, വലിയ കോലാഹലങ്ങൾ അത് സൃഷ്ടിച്ചു. ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ 2 വാർത്തകളിലും നമ്മൾ സിനിമയുടെ കാര്യത്തിൽ സംസാരിച്ച അതേ പ്രതിഭാസം തന്നെയാണുള്ളത്. വസ്തുതകളേക്കാൾ ഉപരി വൈകാലികതയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം. അതായത് മാർലിൻ പെന്നിന്റെ പഠനത്തിൽ സിനിമാ റിവ്യൂകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ രാഷ്ട്രീയ വാർത്തകളിലേക്കും വരുന്നു എന്നാണോ? അതെ അതെ.
സിനിമയിലെന്ന പോലെ രാഷ്ട്രീയത്തിലും സമൂഹമാധ്യമ അൽഗോരിതങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോഴും നെഗറ്റീവ് വാർത്തകൾക്കും വിവാദങ്ങൾക്കുമാണ് സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത്. അൽഗോരിതം പുഷസ് ഔട്ട്റേജ് അല്ലേ? കൃത്യം. ഒരു മന്ത്രിയുടെ ചിരിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പരസ്പരമുള്ള പ്രസ്താവനകളോ വലിയ വാർത്തയാവുമ്പോൾ ആളുകൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കും. അതോടെ അൽഗോരിതം ആ വാർത്തയെ കൂടുതൽ പേരിലേക്കെത്തിക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തകൾ മുങ്ങിപ്പോകുകയാണല്ലേ? അതെ, അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ അപകടമൊളിഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇതേ സമയത്ത് തന്നെ തെലങ്കാനയിലെ ഉഷ്ണതരംഗത്തിൽ 16 പേർ മരിച്ചതും സർക്കാർ അവർക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതുമായ വാർത്തയുണ്ടായിരുന്നു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണത്. അതുപോലെ ബംഗളൂരുവിലെ മാധവാര തുമകൂരു മെട്രോയുടെ DPR സമർപ്പിച്ച വാർത്തയും ഇതിനുദാഹരണമാണ്. കാലാവസ്ഥാ വ്യതിയാനവും അടിസ്ഥാന സൗകര്യ വികസനവും പോലെയുള്ള നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ വാർത്തകളൊന്നും ആരും ശ്രദ്ധിക്കുന്നേയില്ല. അൽഗോരിതങ്ങൾക്ക് ഈ വാർത്തകളോട് വലിയ താൽപ്പര്യമില്ല. കാരണം ഇതിൽ ആളുകളെ പ്രകോപിപ്പിക്കുന്ന ആ ഒരു എരിവില്ലല്ലോ. ശരിക്കും. അപ്പോൾ നമ്മുടെ വാർത്താ ഫീഡുകൾ ശരിക്കും യഥാർത്ഥ ജീവിതത്തിലെ ഒരു റോട്ടൺ ടൊമാറ്റോസായി മാറിയിരിക്കുകയാണല്ലേ? പൂർണ്ണമായ ചിത്രം പുറത്തുവരുന്നതിനു മുമ്പ് തന്നെ എല്ലാവരും രാഷ്ട്രീയക്കാരെയും സംഭവങ്ങളെയും റിവ്യൂ ബോംബ് ചെയ്യുകയാണ്. വളരെ കൃത്യമായ ഉപമ. സത്യാവസ്ഥ അറിയുന്നതിനു മുമ്പ് തന്നെ വൈകാരികമായ പ്രതികരണങ്ങൾ വെച്ച് നമ്മൾ വിധിയെഴുതുന്നു. എന്താണ് സത്യം, എന്താണ് അൽഗോരിതം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന വികാരമെന്ന് തിരിച്ചറിയുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് പ്രൊഫഷണൽ വിശകലനങ്ങളിൽ നിന്നും മാറി പ്രേക്ഷകരുടെ വൈകാരികത എങ്ങനെ സിനിമാ നിരൂപണങ്ങളെ മാറ്റിമറിച്ചു എന്നാണ്. ഒപ്പം ടിക്ടോക്കിലെ റിവ്യൂകളുടെ ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ചും വ്ളോഗർമാരെ നിയന്ത്രിക്കാൻ ഹൈക്കോടതിയിൽ നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അതെ, ഒടുവിൽ ഈ പ്രവണതകൾ നമ്മുടെ രാഷ്ട്രീയ വാർത്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നാം ഈ വിശകലനത്തിൽ വിശദമായി കണ്ടു. തീർച്ചയായും. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനായി ഒരു അവസാന ചോദ്യം കൂടി ഞാൻ നൽകുകയാണ്. എന്താണത്? അതായത്, ഭാവിയിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ഉപയോഗിച്ച് ഒരു പ്രൊഫഷണൽ നിരൂപകന്റെയും ഒപ്പം വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ടിക്ടോക്ക് ഇൻഫ്ലുവൻസറുടെയും ശൈലികൾ ഒരുപോലെ കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഭയപ്പെടുത്തുന്ന ചിന്തയാണ്. അതെ. അങ്ങനെ വന്നാൽ ഓൺലൈനിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും അഭിപ്രായങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതോ ഒരു സിനിമയെക്കുറിച്ചോ വാർത്തയെക്കുറിച്ചോ അറിയാൻ പഴയതുപോലെ നമ്മുടെ അയൽക്കാരോട് നേരിട്ട് പോയി ചോദിക്കേണ്ടി വരുമോ? ഇത്തരം ചിന്തകൾ നിങ്ങൾക്കായി മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനം ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും കാണാം.